ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ കടയിലുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. മെയിനായിട്ട് ഒരു ഡ്രസ്സിൻ്റെ കാര്യമാണ് കാണിക്കുന്നത്. നമുക്ക് നാളെ പെസഹാവ്യാഴമാണ്, അപ്പം അതിന് വൈറ്റ് ആണല്ലോ എപ്പോഴും ഇടാം. അപ്പോൾ വൈറ്റ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. നമ്മുടെ കടയിൽ ഇച്ചിരി ഗൗൺ സാറ്റിന് കുറച്ചുള്ളൂ, ഗൗൺ സാറ്റിൻ്റെ തുണിയും പിന്നെ കുറച്ച് നെറ്റും ഇരിക്കുന്നുണ്ട്. അപ്പം അത് രണ്ടും വെച്ചിട്ട് ഇങ്ങനെ അധികമൊന്നുമില്ല കേട്ടോ. അപ്പം അത് രണ്ടും വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ ഡ്രസ്സാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് എനിക്കാണ് കേട്ടോ, നാളേക്കിടാൻ. അപ്പം അത് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കടയിലെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ടായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ് റിലേറ്റഡ് വീഡിയോസാണ് കൂടുതൽ ഇടാറുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, ഇതെങ്ങനെയുണ്ട്? അമ്മു ചെയ്തതാണ് ക്രോഷറ്റ് വെച്ചിട്ട്. ഇതെന്തിട്ടടിക്കണേ? അപ്പം എല്ലാ ഭാഗത്തു നിന്നൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ. അത്യാവശ്യമൊക്കെ നമ്മൾ പിടിച്ച ഭാഗങ്ങളാണ് കാണിക്കണേ. അപ്പം ഇതമ്മ ഇപ്പം അളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ കാര്യമായിട്ട് മോഡലൊന്നുമില്ലെങ്കിലും നമ്മൾ അത്രയും തുണി വെച്ചിട്ട് എങ്ങനെയാണ് അടിക്കാൻ പറ്റുന്നത് ആ രീതിക്കാണ്. അപ്പം അമ്മയും കടയിൽ വരുന്നപ്പോൾ സ്റ്റാഫും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് അടിക്കേണ്ടത്, എങ്ങനെ ചെയ്യണത്. ഇതാണ് ഞാൻ പറഞ്ഞ ഗൗൺ സാറ്റിൻ്റെ കുറച്ചുള്ള, അധികം ഇല്ല. ഇതാണ് തുണി, ഇതാണ് ഗൈസ് നെറ്റ്. അപ്പം നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള അത്രയും തുണി വെച്ചിട്ടാണ് നമ്മൾ അടിക്കുന്നത്. പിന്നെ നമുക്ക് കുറേ മെറ്റീരിയൽ ഇപ്പം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ മെറ്റീരിയൽ വന്നിട്ടുണ്ട്. അജറക്കൊക്കെ ഇപ്പോൾ ഫുൾഫില്ലായിട്ടിരിക്കുകയാണ്. കുറേ റണ്ണിങ് മെറ്റീരിയൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി അതിൻ്റെ മോഡലായിട്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ അമ്മ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സാധാ ലൈനായിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്, അതുപോലെ തന്നെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ലൈനിങ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സാറ്റിൻ തുണിയായതുകൊണ്ട് തന്നെ ലൈനിങ് ഒരു ഓഫ് ക്രീം കളറായിരുന്നു. പിന്നെ നെറ്റൊരു വർക്ക്ഡ് നെറ്റായിട്ട് നമ്മൾ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ മാത്രം നെറ്റ് വെച്ചിട്ടുള്ളൂ. ഈ വർക്ക്ഡ് നെറ്റ് ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി ബോഡി പാർട്ടിൽ ഫുള്ളായിട്ട് സാറ്റിൻ്റെ മെറ്റീരിയലായിരുന്നു വെക്കുന്നുണ്ടായിരുന്നത്. അത് ഫ്രണ്ട് ഭാഗത്ത് ഞെറിയിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അടിഭാഗത്തായിട്ട് നെറ്റ് വെച്ചിട്ടൊന്ന് ഞെറിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളിത് അടിച്ചിട്ടുണ്ടായത്. പിന്നെ ആണെങ്കിൽ ചേച്ചിയാണ് എനിക്ക് ഡ്രസ്സ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ വേറൊരു കസ്റ്റമറിനുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഇത് മാത്രമല്ല, കുറേ കാര്യങ്ങൾ നേരത്തെ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പം അമ്മ കസ്റ്റമറിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചി എനിക്ക് വൈറ്റ് ഡ്രസ്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യം അടിക്കാമെന്ന് പറഞ്ഞപ്പോൾ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ ഒരു മോഡലാക്കി. സ്ലീവ്ലെസ്സാണ് മോഡൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ കട അടയ്ക്കാൻ വേണ്ടി പോവുകയാണ്, സമയമായി. അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അടിക്ക് വെക്കേണ്ട ഫ്രില്ല് മാത്രം വെച്ചാൽ മതി. അത് വീട്ടിൽ ചെന്നിട്ട് വയ്ക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ പാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ സമയം 5:30 ആവാറായി. അപ്പോൾ നമ്മളിത് പകുതി തയ്ച്ചിട്ടുണ്ട്. ഇനി അടിയിൽ ഫ്രില്ല് വെക്കാനുണ്ട്. നമ്മൾ വീട്ടിൽ പോയിട്ട് അടിക്കുള്ളൂ. അടയ്ക്കാൻ പോവാണ്. എങ്ങനെയുണ്ട് ഡ്രസ്സുകളെ കമൻറ്റ് ചെയ്യാൻ. നമ്മൾ അയൺ ചെയ്തിട്ടില്ലെങ്കിൽ സ്റ്റീം അയൺ ചെയ്യണം. ഈ ഒരു ഭാഗത്ത് നമ്മളിതിപ്പോൾ വീട്ടിൽ വന്നിട്ടാണ് ബാക്കി അടിച്ചത്. ഇത് ചെറിയ രീതിയിലുണ്ടായുള്ളൂ തുണിയൊക്കെ. സാറ്റിൻ്റെയും നെറ്റായും കുറച്ചുണ്ടായുള്ളൂ. അപ്പം നമ്മൾ ഞെറിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിലിങ്ങനെ പോകുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിൽ കുറച്ച് ലെങ്തി ആയിട്ടാണ് ഞെറി വെച്ചേക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് കുറച്ച് വർക്ക് കൂടി ഉണ്ട്. നമുക്ക് ലൈനിങ് ഒക്കെ മടക്കി അടിക്കാനുണ്ട്, പിന്നെ സ്റ്റീം അയൺ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അടിയിൽ ഫ്രില്ല് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഞെറി സ്റ്റീം അയൺ ചെയ്തിട്ടുണ്ട്. സ്ലീവ്ലെസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നെക്കൊരു വെറൈറ്റി മോഡലിൽ ഫ്രണ്ട് ഭാഗത്ത് മാത്രമായിട്ട് വർക്ക് നെറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്, ഗൗൺ സാറ്റിൻ വെച്ചിട്ട്. പിന്നെ നമുക്ക് ഞെറി വെച്ചിരിക്കുന്ന ഭാഗം ഒരു വി ഷേപ്പിലാണ് ഫ്രണ്ടിൽ ചെയ്തിട്ടുള്ളത്. ബാക്കിൽ കുറച്ച് ലെങ്തി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നമ്മൾ പെസഹാവ്യാഴാഴ്ചൻ്റെ അന്ന് പള്ളിയിൽ പോകുന്നതിന് മുമ്പ് എടുത്തിട്ടുള്ള ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.